നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരിയേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കൃഷി, അക്കാര്യത്തിന് എന്തായാലും മാഡത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് പാചകം. ഒരു നല്ല കറി എവിടെ നിന്നെങ്കിലും കിട്ടിയാ ഹരിയേട്ടൻ പിന്നെ വന്ന് ദിവസങ്ങളോളം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹരിയേട്ടന്റെ നാവിനും മനസ്സിനും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ മാഡത്തിന് പറ്റുമെങ്കിൽ പിന്നെ ഹരിയേട്ടൻ മാഡം തീരുമാനിക്കുന്ന വഴിയെ വന്നോളും. ഇനി അഥവാ മോൾക്ക് പോവാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനൊരാഘോഷം വേണ്ടെന്ന് ഞാൻ രഘുവേട്ടനോട് പറഞ്ഞോളാം. അയ്യോ അമ്മേ. നിത്യേച്ചി, പുള്ളിക്കാരി ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്താലേ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നടപ്പിലാക്കി കളയും കേട്ടോ. അനുഭവം ഉള്ളോണ്ട് പറയുന്നതാ, സമ്മതിച്ചോ? ഇനി ഈ കാര്യത്തിൽ ആരും അഭിപ്രായം പറയണ്ട, തർക്കവും വേണ്ട. നിത്യയും ജ്യോതിയും ഒന്നിച്ചു പോവും. ക്ഷണിക്കേണ്ടവരെ ക്ഷണിക്കുകയും ചെയ്യും. അതാർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും. ഹരിയേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കൃഷി, അക്കാര്യത്തിന് എന്തായാലും മാഡത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് പാചകം. ഒരു നല്ല കറി എവിടെ നിന്നെങ്കിലും കിട്ടിയാ ഹരിയേട്ടൻ പിന്നെ വന്ന് ദിവസങ്ങളോളം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹരിയേട്ടന്റെ നാവിനും മനസ്സിനും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ മാഡത്തിന് പറ്റുമെങ്കിൽ പിന്നെ ഹരിയേട്ടൻ മാഡം തീരുമാനിക്കുന്ന വഴിയെ വന്നോളും. ഇത് ഗംഭീരാവും. ഹരിയുടെ മനസ്സ് നിറയും. എടാ വേണു, അത് ഞാൻ പറയാം. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യ. നമുക്ക് എന്തായാലും വൈകിട്ട് പുറത്തു വെച്ച് കാണാം. ഹരി, എന്താ മാവ? നീ അങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. എന്താ മാവ? ചില ആളുകളെ കുറിച്ച് നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റായിരിക്കും. നമ്മൾ എതിർക്കാനായി നമ്മുടെ മുന്നിൽ വേഷം കെട്ടി നിൽക്കുമ്പോ ശത്രുവായിട്ടല്ലാതെ അവരുടെ ഉള്ളില് നല്ല മനസ്സൊന്നും നമ്മളെ തിരയത്തില്ല. ഏതാ അത്തരത്തിലുള്ളൊരു കാര്യമാണ് അടുക്കളയിൽ. നീ വന്നേ. അതെ, ആരോട് അനുവാദമൊന്നും ചോദിച്ചില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പാചകം ചെയ്യാന്ന് കരുതി. അല്ല, മോക്ക് ഇതൊക്കെ അറിയാവോ? എന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി എനിക്ക് ചിലപ്പോ ഗൗരവത്തിൽ നടക്കേണ്ടി വരും എന്ന് കരുതി എനിക്കിതൊന്നും അറിയില്ലെന്ന് അർത്ഥമില്ല. ഇതൊക്കെ സിമ്പിൾ അല്ലേ?
എന്നാലും കുറച്ചു നേരത്തേക്ക് ആരും ഇങ്ങോട്ട് വരണ്ട. പിന്നൊരു കാര്യം, ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാമെങ്കിൽ കൃത്യമായിട്ട് അഭിപ്രായം എന്നോട് പറയണം. അതിനെന്താ സംശയം? ഭക്ഷണം നന്നായി കഴിച്ചാൽ ഏറ്റവും വാചാലനാകുന്നത് ഇവനാ. മോനെ, അങ്കിളും വേണമെങ്കിൽ പോയിക്കോ. അല്ല മോളെ, ഞാന് മോക്കെന്തെങ്കിലും സഹായത്തിന്. ഏയ്, എനിക്കിതൊക്കെ തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വിളിക്കാം. ഓ, എന്നാ ശരി. ശരി. ഹരി, അവനോളം വിശ്വസ്തനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേച്ചി. എന്റെ അച്ഛൻ എന്നോട് മിണ്ടാറില്ല. പക്ഷെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ അച്ഛനെ തന്നെയാ. അച്ഛന്റെ കരങ്ങളിൽ നിന്നും അപ്രതീക്ഷിത നിമിഷങ്ങൾ. മോള് ഫോണിലാണോ? ആ പട്ടിയുടെ സ്ഥാനം അല്ല ചേട്ടാ, ഞാൻ നമ്മുടെ സീ കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ സീരിയലിന്റെ പരസ്യം കാണുമായിരുന്നു. എന്നിട്ട് ഇഷ്ടായോ? ഇഷ്ടായി, പക്ഷേ സങ്കടം തോന്നി. പാവം ഋതിക, ആ കുട്ടിക്ക് അച്ഛനെന്ന് വെച്ച ജീവനം. പക്ഷെ അച്ഛനാണെങ്കിൽ ആ കുട്ടിയെ കണ്ണെടുത്താ കണ്ടൂടാ. അയ്യോ പാവം, എന്തിനാ അതിനോട് അച്ഛൻ ഇത്ര പണക്കം? അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. നവംബർ 25-ാം തീയതി മുതൽ നമ്മുടെ സീ കേരളത്തിൽ. നിങ്ങൾ മറക്കാതെ കാണില്ലേ? ഇതെനിക്ക് ജ്യോതി എന്ന ലാപ്ടോപ്പ് അല്ലേ? അതെന്താ നീ അറിയാത്ത പോലെ? അവളിത് നിനക്ക് തരാൻ ഒരുപാട് റിസ്ക് എടുത്തല്ലേ? റിസ്ക് എടുത്തൊരു സമ്മാനം തരുന്നതിന്റെ അർത്ഥം എന്താ? സമ്മാനം തരുന്നതിന് പ്രത്യേകിച്ച് അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ? നീ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ? നിനക്ക് അവളെ ഇഷ്ടമാണോ? നിനക്ക് അവളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ നീ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.